കടലേറ്റം രൂക്ഷമായ തൃശൂർ ജില്ലയുടെ തീരമേഖലയിൽ ആവശ്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് സർക്കാർ 8 പുലിമുട്ടുകൾ ജില്ലയിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിന്റെ തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷമായി തന്നെ തുടരുകയാണ്. 50ഓളം വീടുകളിൽ വെള്ളം കയറി, 8 വീടുകൾ ഭാഗികമായി തകർന്നു. കൊടുങ്ങല്ലൂർ, നാട്ടിക, വാടാനപ്പള്ളി, ചേറ്റുവ, ചാവക്കാട്, പുന്നയൂർകുളം മേഖലയിലെ തീരദേശത്താണ് കടലേറ്റം ശക്തമായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറഞ്ഞു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. കടൽഭിത്തികളുടെ പുനർനിർമ്മാണം വേഗത്തിലാക്കും. വരുന്ന ബജറ്റിൽ കടൽക്ഷോഭം നേരിടാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യും. 8 പുലിമുട്ടുകൾ ജില്ലയിൽ സ്ഥാപിക്കുമെന്നും മദ്രാസ് IITയെ ഇതുമായി ബന്ധപ്പെട്ട പഠനത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 8 പുലിമുട്ടുകളുടെ കാര്യത്തിൽ മദ്രാസ് IITയുടെ പഠനത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ആ പഠന റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇപ്പോഴും ഗവൺമെന്റ് ലഭ്യമായിട്ടില്ല. അപ്പോൾ ആ പഠന റിപ്പോർട്ടുകൾ അടിയന്തരമായിട്ട് വാങ്ങിയതിനു ശേഷം എവിടെയൊക്കെ പുലിമുട്ടുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുകയും അതിനനുസരിച്ച് കേന്ദ്ര ഫണ്ടുകൾ, സംസ്ഥാന ഫണ്ടും കൂടി എടുത്തുകൊണ്ട് പുലിമുട്ടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇന്നലെയും കനത്ത കടലേറ്റമാണ് ജില്ലയിൽ ഉണ്ടായത്. ശക്തമായ കടൽക്ഷോഭത്തിൽ തീരദേശ റോഡുകൾ പലയിടത്തും തകർന്നു. കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ ലഭിക്കാത്തതിനാൽ തീരവാസികൾ ഏറെ ദുരിതത്തിലാണ്. റിപ്പോർട്ടർ, തൃശൂർ.